ലോകത്തിന് സൊമാലിയൻ കടൽക്കൊള്ളക്കാർ മോശം ആളുകളായിരുന്നു. എന്നാൽ സൊമാലിയയിൽ ചിലർ അവരെ വീരന്മാരായി കണ്ടു. കാരണം അവർ തങ്ങളുടെ കടൽ സംരക്ഷിക്കാൻ പോരാടുകയായിരുന്നു. ചലിക്കുന്ന കപ്പലിൽ കയറുക അത്ര എളുപ്പമല്ല. കടൽക്കൊള്ളക്കാർ ഒരു കയറെറിഞ്ഞ് മുകളിലേക്ക് കയറി വലിയ അപകട സാധ്യതകൾ ഏറ്റെടുക്കുന്നു. പലതവണ അവർ പരാജയപ്പെട്ടു. സൊമാലിയയുടെ ചില ഭാഗങ്ങളിൽ വിദേശ രാജ്യങ്ങൾ മാലിന്യങ്ങൾ കടലിൽ നിക്ഷേപിക്കുന്നു. ഈ മാലിന്യം അപകടകരമാണ്. പകരമായി അവർ പ്രാദേശിക ഗ്രൂപ്പുകൾക്ക് തോക്കുകൾ നൽകുന്നു. ഇതിനെ ഗൺസ് ഫോർ വേസ്റ്റ് കരാർ എന്ന് വിളിച്ചിരുന്നു. ചില നേതാക്കൾ മതമോ ജാതിയോ അനുസരിച്ച് ആളുകളെ വിഭജിക്കാറുണ്ട്. സൊമാലിയയിൽ നേതാക്കൾ ഗോത്രസ്വത്വം ഉപയോഗിച്ച് വഴക്കുകൾ സൃഷ്ടിക്കുന്നു. പല ആൺകുട്ടികൾക്കും ഭക്ഷണമോ ജോലിയോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതിജീവിക്കാൻ അവർ കടൽ കൊള്ളക്കാരുടെ സംഘങ്ങളിൽ ചേർന്നു. ഇനി ഒരു യഥാർത്ഥ കഥ കേൾക്കാം. 2009 ഏപ്രിൽ 8 മേഴ്സ്ക അലബാമ എന്ന കപ്പൽ ഒമാനിൽ നിന്ന് കെനിയയിലേക്ക് പോകുകയായിരുന്നു. അതൊരു അമേരിക്കൻ കപ്പലായിരുന്നു. ദരിദ്രർക്ക് ഭക്ഷണവും സഹായവും എത്തിച്ച ഒരു കപ്പൽ. സൊമാലിയയിൽ നിന്ന് 440 കിലോമീറ്റർ അകലെ റഡാറിൽ ഒരു ചെറിയ ബോട്ട് അവർ കാണുന്നു. ഈ ബോട്ട് വളരെ വേഗത്തിൽ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ജീവനക്കാർ മുമ്പ് 2 ബോട്ടുകൾ കണ്ടിരുന്നു. അവർ ആ സമയങ്ങളിൽ ആ ബോട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. എന്നാൽ ഇത്തവണ ബോട്ട് അടുത്തെത്തിയിരുന്നു. റേഡിയോയിൽ ഒരു വിചിത്രമായ സന്ദേശം വന്നു. ഇതേ തുടർന്ന് കപ്പലിന്റെ വേഗത കൂട്ടി അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചു. പക്ഷെ അവയുടെ വേഗത 20 നോട്ട് മാത്രമായിരുന്നു. കടൽ കൊള്ളക്കാരുടെ ബോട്ടുകൾ വേഗത്തിൽ അടുത്തേക്ക് വന്നു. 25 നോട്ടിൽ കൂടുതൽ വേഗത്തിൽ. ക്യാപ്റ്റൻ റിച്ചാർഡ് ഫിലിപ്സിന് അപകടമുണ്ടാകാമെന്ന് അറിയാമായിരുന്നു. അദ്ദേഹം അലാറം അമർത്തി. ജീവനക്കാർ സുരക്ഷിതമായി ഒരു മുറിയിലേക്ക് ഓടി. താമസിയാതെ അവർ ഒരു ശബ്ദം കേൾക്കുന്നു. ഒരു കടൽ കൊള്ളക്കാരൻ തോക്കുമായി മുകളിലേക്ക് കയറി വരുന്നു. അദ്ദേഹം വെടിവെക്കാൻ തുടങ്ങി. 4 കടൽ കൊള്ളക്കാർ കപ്പലിൽ വന്നു. അവരുടെ നേതാവിന് 18 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ പേര് അബ്ദിവാലി മ്യൂസ് എന്നായിരുന്നു. മിക്ക ക്രൂ അംഗങ്ങളും ഒളിച്ചിരുന്നു. കപ്പലിലെ ഒരു ക്രൂ അംഗം കപ്പൽ ഇടത്തോട്ടും വലത്തോട്ടും നീക്കി. കടൽ കൊള്ളക്കാരുടെ ബോട്ട് അങ്ങനെ മുങ്ങി. എന്നാൽ 4 കടൽ കൊള്ളക്കാരും കപ്പലിലുണ്ടായിരുന്നു. കടൽ കൊള്ളക്കാർ തോക്കുകൾ ചൂണ്ടി. അവർ പറഞ്ഞു, കൊല്ലാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾക്ക് പണം മാത്രമേ ആവശ്യമുള്ളൂ. കപ്പൽ നിർത്താൻ അവർ ക്യാപ്റ്റനോട് പറഞ്ഞു. അവർ ചോദിച്ചു, മറ്റു ക്രൂ അംഗങ്ങൾ എവിടെ? ഒരു ക്രൂ അംഗം സാഹിദ് പറഞ്ഞു, അവർക്ക് സുരക്ഷിതത്വം തോന്നിയാൽ മാത്രമേ അവർ പുറത്തു വരൂ. മ്യൂസ് പരിശോധിക്കാൻ തുടങ്ങി. സാഹിദ് പറഞ്ഞു, നിങ്ങളുടെ തോക്കുപേക്ഷിക്കൂ, അപ്പോൾ മറ്റംഗങ്ങൾ വരും. മ്യൂസ് അത് സമ്മതിച്ചു. അവർ നടക്കുമ്പോൾ ചീഫ് എഞ്ചിനീയർ മൈക്ക് പെറി പുറത്തേക്ക് ചാടി. അയാൾ മ്യൂസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. എന്നിട്ട് അവർ മ്യൂസിനെ ഒരു റൂമിൽ പൂട്ടിയിട്ടു. മ്യൂസിനെ പിടികൂടിയപ്പോൾ മറ്റ് കടൽ കൊള്ളക്കാർ ഭയന്നു. പക്ഷേ അവർക്ക് അപ്പോഴും ക്യാപ്റ്റൻ ഫിലിപ്സ് കസ്റ്റഡിയിലുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു കരാറുണ്ടാക്കി. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മ്യൂസിനെ തരൂ, ഞങ്ങൾ ക്യാപ്റ്റനെ തിരികെ നൽകും. രക്ഷപ്പെടാൻ അവർക്ക് ഒരു ബോട്ട് ആവശ്യമായിരുന്നു. അവരുടെ ബോട്ട് മുങ്ങി. അങ്ങനെ അവർ കപ്പലിന്റെ ലൈഫ് ബോട്ട് ഉപയോഗിച്ചു. ലൈഫ് ബോട്ട് ഉപയോഗിക്കാൻ എഞ്ചിൻ ആവശ്യമായിരുന്നു. അതിന് ജീവനക്കാർ സഹായിച്ചു. അവർ മ്യൂസിനെ കടൽ കൊള്ളക്കാർക്ക് തിരികെ നൽകി. എന്നാൽ കടൽ കൊള്ളക്കാർ ക്യാപ്റ്റനെ പിടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഈ കഥ 2013 ഒരു സിനിമയായി. ക്യാപ്റ്റൻ ഫിലിപ്സ്. കടൽ കൊള്ളക്കാർ ഒരു അമേരിക്കൻ കപ്പലിനെ പിടികൂടുന്നത് ഇതാദ്യമായിരുന്നു. ഈ സംഭവം ലോകത്തെ ഞെട്ടിച്ചു. പിന്നീട് പല രാജ്യങ്ങളിലെയും വാർത്താ ചാനലുകൾ ഒരിക്കൽ ഒരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഒരു കപ്പൽ തട്ടിക്കൊണ്ടുപോയി. എല്ലായിടത്തും ആളുകൾ ചോദിച്ചു, ആരാണ് ഈ കടൽ കൊള്ളക്കാർ? സൊമാലിയയിൽ ഇത്രയധികം ആളുകൾ കടൽ കൊള്ളയിലേക്ക് തിരിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇതെല്ലാം ഒടുവിൽ എങ്ങനെ അവസാനിച്ചു? ഇന്ന് സൊമാലിയയുടെയും ഈ കടൽ കൊള്ളക്കാരുടെയും പിന്നിലെ യഥാർത്ഥ കഥ നമ്മൾ പരിവേഷണം ചെയ്യും. നമുക്ക് ആരംഭിക്കാം. ആഫ്രിക്കയുടെ വടക്കുകിഴക്കൻ കോണിലുള്ള ഒരു രാജ്യമാണ് സൊമാലിയ. ഒരു വശത്ത് ഇത് ഇന്ത്യൻ മഹാസമുദ്രത്തെ സ്പർശിക്കുന്നു, മറുവശത്ത് ഏദൻ ഉൾക്കടൽ. ഇത് മിഡിൽ ഈസ്റ്റിനോട് വളരെ അടുത്താണ്. ആഗോള വ്യാപാര കപ്പലുകളിൽ ഏകദേശം 20% ഈ മേഖലയിലൂടെ കടന്നു പോകുന്നതിനാൽ ഈ സ്ഥലം ഏറ്റവും പ്രധാനമാണ്. മുൻകാലങ്ങളിൽ സൊമാലിയയുടെ വടക്കൻ ഭാഗം ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായിരുന്നു. തെക്കൻ ഭാഗം ഇറ്റാലിയൻ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ 1960-ൽ 2 ഭാഗങ്ങളും ഒന്നിച്ച് ഒരു സ്വതന്ത്ര രാജ്യം രൂപീകരിച്ചു. അപ്പോഴാണ് സൊമാലിയ യഥാർത്ഥത്തിൽ സ്വതന്ത്രമായത്.
എന്നാൽ 1969 കാര്യങ്ങൾ മാറി. അന്നത്തെ പ്രസിഡന്റ് കൊല്ലപ്പെടുകയും താമസിയാതെ സൈന്യ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു സൈനിക നേതാവ് പുതിയ ഭരണാധികാരിയായി. ചില രാജ്യങ്ങളിൽ രാഷ്ട്രീയക്കാർ മതത്തിന്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ ആളുകളെ വിഭജിക്കുന്നു. പക്ഷെ സൊമാലിയയിൽ ആളുകളെ വിഭജിക്കാനും നിയന്ത്രിക്കാനും അവർ വംശങ്ങളെ ഉപയോഗിച്ചു. സൊമാലിയയിൽ നിരവധി വംശങ്ങളോ ഗോത്ര ഗ്രൂപ്പുകളോ ഉണ്ട്. ഈ വിഭജനങ്ങൾ അക്രമം സൃഷ്ടിച്ചു. കാലക്രമേണ അത് ഒരു ആഭ്യന്തര യുദ്ധമായി മാറി. 1991 എതിരാളികളായ വംശങ്ങൾ ഒത്തുചേർന്ന് പ്രസിഡന്റിനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കി. അതിനുശേഷം ദേശീയ സർക്കാർ തകർന്നു. വ്യത്യസ്ത പ്രദേശങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ വംശങ്ങൾ പരസ്പരം പോരടിക്കാൻ തുടങ്ങി. അതേ വർഷം വടക്കൻ സൊമാലിയ സ്വയം സൊമാലിലാൻഡ് എന്ന പേരിൽ ഒരു പ്രത്യേക രാജ്യമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇപ്പോഴും അത് സ്വന്തമായി പ്രവർത്തിക്കുന്നു. എന്നാൽ മിക്ക രാജ്യങ്ങളും ഇതിനെ ഒരു പ്രത്യേക രാഷ്ട്രമായി ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. 1991 യുദ്ധകാലത്തും അരാജകത്വത്തിലും പട്ടിണിയും രോഗവും മൂലം 3 ലക്ഷത്തിലധികം ആളുകൾ മരിച്ചു. കടൽക്കൊള്ള ആരംഭിച്ചതും ഈ സമയത്താണ്. സൊമാലിയയ്ക്കടുത്തുള്ള സമുദ്രം സമുദ്രജീവികളാൽ നിറഞ്ഞിരുന്നു. പവിഴപ്പുറ്റുകൾ, ട്യൂണ പോലുള്ള മത്സ്യങ്ങൾ, മത്തി, ചെമ്മീൻ തുടങ്ങിയവ സൊമാലിയൻ മത്സ്യത്തൊഴിലാളികൾ ദൈനംദിന ജീവിതത്തിനായി ഇതിനെ ആശ്രയിച്ചിരുന്നു. എന്നാൽ ഗവൺമെന്റ് ഇല്ലാത്തതിനാൽ വിദേശ മത്സ്യബന്ധന ബോട്ടുകൾ അനധികൃതമായി പ്രവേശിച്ച് മീൻ പിടിക്കാൻ തുടങ്ങി. സൊമാലിയയുടെ തീരസംരക്ഷണ സേന പ്രവർത്തനം നിർത്തിയ സാഹചര്യമായിരുന്നു അത്. അതിനാൽ ആർക്കും സൊമാലിയൻ ജലാശയങ്ങളെ സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് എല്ലാ വർഷവും ഏകദേശം $300 മില്യൺ സമുദ്ര വിഭവങ്ങൾ വിദേശ കപ്പലുകൾ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. കടലിന്റെ അടിത്തട്ടും പവിഴപ്പുറ്റുകളും നശിപ്പിക്കുന്ന വലിയ ലോഹവലകൾ പോലും ഈ കപ്പലുകൾ ഉപയോഗിച്ചിരുന്നു. സൊമാലിയൻ മത്സ്യത്തൊഴിലാളികൾക്ക് ലളിതമായ ബോട്ടുകളും ഉപകരണങ്ങളും ഉണ്ടായിരുന്നു. ഈ നൂതന വിദേശ കപ്പലുകൾക്കെതിരെ പോരാടാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല. അവരെ തടയാൻ ശ്രമിച്ചപ്പോൾ വിദേശ ബോട്ടുകൾ വെടിയുണ്ടകളോ വെള്ളമോ ഉപയോഗിച്ച് അവരെ ആക്രമിച്ചിരുന്നു. എന്നാൽ നിയമവിരുദ്ധ മത്സ്യബന്ധനം മാത്രമായിരുന്നില്ല അവിടെ പ്രശ്നം. വിദേശ കമ്പനികളും സൊമാലിയൻ ജലാശയങ്ങളിൽ വിഷമാലിന്യങ്ങൾ നിക്ഷേപിച്ചിരുന്നു. 1980 മുതൽ യുറേനിയം, മെർക്കുറി, ലെഡ് തുടങ്ങിയ അപകടകരമായ വസ്തുക്കൾ സൊമാലിയയുടെ സമീപം കടലിലേക്ക് വലിച്ചെറിയപ്പെട്ടു. സർക്കാർ തകർന്നതിന് ശേഷം ഈ മാലിന്യ നിർമ്മാർജ്ജനം കൂടുതൽ വർദ്ധിക്കുകയാണ് ഉണ്ടായത്. യൂറോപ്പിൽ നിന്നുള്ള ചില കമ്പനികൾ മാലിന്യം വില കുറഞ്ഞ രീതിയിൽ നിക്ഷേപിക്കുന്നതിനായി പ്രാദേശിക യുദ്ധപ്രഭുക്കളുമായി കരാറുകൾ ഉണ്ടാക്കി. യൂറോപ്പിൽ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിന് ചെലവേറിയതായിരുന്നു. എന്നാൽ സൊമാലിയയിൽ നിക്ഷേപിക്കുന്നതിന് മിക്കവാറും ഒന്നും തന്നെ ചെലവായില്ല. സൊമാലിയയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ടണ്ണിന് $2.50 മാത്രമേ ചെലവാകൂ. എന്നാൽ യൂറോപ്പിൽ ശരിയായ രീതിയിൽ സംസ്കരിക്കുന്നതിന് ടണ്ണിന് $250 ചിലവാകുമെന്നും UN റിപ്പോർട്ട് ചെയ്തു. ഇത് വളരെ ചിലവ് കുറഞ്ഞതിനാൽ ഈ കമ്പനികൾ സൊമാലിയയുടെ നിയമലംഘനം മുതലെടുത്തു. വർഷങ്ങളായി വിദേശ കമ്പനികൾ സൊമാലിയയുടെ തീരത്ത് വിഷമാലിന്യങ്ങൾ നിക്ഷേപിച്ചു വന്നു. ഇതിനായി അവർ പ്രാദേശിക സംഘങ്ങളുമായി കരാറുകൾ ഉണ്ടാക്കി. മാലിന്യം നിക്ഷേപിക്കാൻ അനുവദിച്ചതിനു പകരമായി ഈ സംഘങ്ങൾക്ക് അവർ ആയുധങ്ങൾ നൽകി. ഈ ഇടപാട് ഗൺസ് ഫോർ വേസ്റ്റ് എന്നറിയപ്പെട്ടു. സൊമാലിയയിലേക്ക് ആയുധങ്ങൾ കടത്തുന്ന പ്രധാന മാർഗമായും ഇത് പിന്നീട് മാറി. മാലിന്യം നിക്ഷേപിച്ച കമ്പനികൾ പകരമായി എന്തെങ്കിലും കൊണ്ടുപോയി, അതായത് മത്സ്യം. അവരുടെ കപ്പലുകൾ മാലിന്യം കൊണ്ടുവന്ന് അത് ഉപേക്ഷിച്ച് ട്യൂണ പോലുള്ള അനധികൃതമായി പിടിക്കപ്പെട്ട മത്സ്യങ്ങൾ നിറച്ച് തിരികെ പോകുമായിരുന്നു. ഇറ്റാലിയൻ മാഫിയ പോലും ഈ നെറികെട്ട ബിസിനസ്സിൽ ഉൾപ്പെട്ടിരുന്നു. 1994 ഇലാരിയ ആൽപി എന്ന ഇറ്റാലിയൻ പത്രപ്രവർത്തകയും അവരുടെ ക്യാമറാമാനും ഇത് അന്വേഷിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഈ നിയമവിരുദ്ധ വ്യാപാരത്തിന്റെ തെളിവ് കണ്ടെത്തിയത് കൊണ്ടാകാം അവർ കൊല്ലപ്പെട്ടത്. പിന്നീട് ഇറ്റലിയിൽ നിന്ന് സൊമാലിയയിലേക്ക് മാലിന്യം അയച്ചതായി ഒരു മാഫിയ അംഗം സമ്മതിക്കുകയുണ്ടായി. രാഷ്ട്രീയക്കാർക്കും സേനയ്ക്കും പോലും ഇതിനെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ അവർ മൗനം പാലിച്ചു. ഇറ്റലി മാത്രമല്ല, റഷ്യ, ജർമ്മനി, USA തുടങ്ങിയ മറ്റ് ശക്തമായ രാജ്യങ്ങളും സൊമാലിയയിൽ മാലിന്യം നിക്ഷേപിക്കുന്നതിൽ പങ്കാളികളായിരുന്നു. 2004 ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു വലിയ സുനാമി ആഞ്ഞടിച്ചു. ഇതുമൂലം സൊമാലിയൻ ജലാശയങ്ങളിലെ വിഷമാലിന്യങ്ങൾ നിറഞ്ഞ വസ്തുക്കൾ പൊട്ടിപ്പുറപ്പെട്ടു. അപകടകരമായ രാസവസ്തുക്കൾ കരയിലേക്ക് പടർന്നു. ഏകദേശം 150 പേർ മരിച്ചു. അവരുടെ കൈവശമുണ്ടായിരുന്ന ചെറിയ ശുദ്ധജലത്തിൽ പോലും വിഷബാധയുണ്ടായി. പല പ്രദേശങ്ങളിലെയും ആളുകൾക്ക് അസുഖം വന്നു. ചുമ, ചർമ്മ പ്രശ്നങ്ങൾ, രക്തസ്രാവം, തലച്ചോറിന് പരിക്കുകൾ പോലും. പലരും മരിച്ചു. ഒരു വർഷത്തിനിടെ ഇത്രയധികം ക്യാൻസർ കേസുകൾ താൻ കണ്ടിട്ടില്ലെന്ന് ഒരു ഡോക്ടർ പറഞ്ഞു.
അത്രയ്ക്കും ദയനീയമായ സാഹചര്യമായിരുന്നു അത്. ഈ അവസ്ഥ ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ സുഹൃത്തുക്കളെ. ഈ സാഹചര്യത്തിലാണ് മത്സ്യത്തൊഴിലാളികളുടെ ദേഷ്യം പൊട്ടിപ്പുറപ്പെടുന്നത്. അവർ തങ്ങളുടെ കടലിനെ സംരക്ഷിക്കാൻ തീരുമാനിച്ചു. അവർ കടലിനെ നിരീക്ഷിക്കാനും അനധികൃത മത്സ്യബന്ധന ബോട്ടുകളെ ആക്രമിക്കാനും തുടങ്ങി. ആദ്യം അവർ സ്വയം കോസ്റ്റ് ഗാർഡുകൾ എന്ന് വിളിക്കുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയാണെന്ന് പറയുകയും ചെയ്തു. എന്നാൽ പതുക്കെ ഇതിൽ നിന്ന് പണം സമ്പാദിക്കാൻ കഴിയുമെന്ന് അവർ മനസ്സിലാക്കി. അവർ സായുധ സംഘങ്ങളുമായി ചേരുകയും വിദേശ കപ്പലുകൾ പിടിച്ചെടുക്കുകയും മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തു. അവർ പണം സമ്പാദിക്കാൻ തുടങ്ങിയപ്പോൾ കൂടുതൽ യുവാക്കൾ ഇതിലേക്ക് ചേർന്നു. ആദ്യകാലങ്ങളിൽ അവർ സാധാരണ മത്സ്യബന്ധന ബോട്ടുകളാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് അവർ സ്പീഡ് ബോട്ടുകൾ, GPS, മികച്ച തോക്കുകൾ എന്നിവ വാങ്ങി. വടക്കൻ സൊമാലിയയിലെ പാൻലാൻഡ് മേഖല കടൽക്കൊള്ളക്കാരുടെ പ്രധാന സ്ഥലമായി മാറി. 1997 ആയപ്പോഴേക്കും വിദേശ കപ്പലുകൾ സ്വയം സംരക്ഷിക്കാൻ പ്രാദേശിക ഗാർഡുകളെ നിയമിക്കാൻ തുടങ്ങി. അവരുടെ പക്കൽ വലിയ തോക്കുകൾ പോലും ഉണ്ടായിരുന്നു. പിന്നീട് കടൽക്കൊള്ളക്കാർ അവരുടെ ലക്ഷ്യങ്ങൾ മാറ്റി. മത്സ്യബന്ധന ബോട്ടുകൾക്ക് പകരം അവർ വലിയ ചരക്ക് കപ്പലുകളെ ആക്രമിക്കാൻ തുടങ്ങി. ഈ കപ്പലുകളിൽ ആയുധങ്ങളില്ലായിരുന്നു, പക്ഷേ അവയിൽ വിലപിടിപ്പുള്ള വസ്തുക്കളുണ്ടായിരുന്നു. കടൽക്കൊള്ളക്കാർക്ക് ഈ രീതിയിൽ കൂടുതൽ പണം ലഭിച്ചു. ദരിദ്രരായ പല യുവാക്കൾക്കും ഉപജീവന മാർഗം കണ്ടെത്താനും കുടുംബങ്ങളെ പോറ്റാനുമുള്ള ഏക മാർഗമായി ഇത് മാറി. 1998 പാൻലാൻഡ് സ്വയം ഒരു സ്വതന്ത്ര മേഖലയായി പ്രഖ്യാപിച്ചു. ഇത് കടൽക്കൊള്ളക്കാർക്ക് പ്രവർത്തിക്കാൻ കൂടുതൽ സ്വാതന്ത്ര്യം നൽകി. 2005 മുതൽ 2012 വരെ എയിൽസ് നഗരം കടൽക്കൊള്ളക്കാരുടെ പ്രധാന കേന്ദ്രമായി മാറി. താമസിയാതെ കടൽക്കൊള്ള ഒരു സംഘടിത ബിസിനസ്സായി മാറി. ശക്തമായ ആയുധങ്ങളുള്ള സംഘങ്ങൾ എല്ലാം നിയന്ത്രിച്ചു. അവർ പ്രാദേശിക ആൺകുട്ടികളെ റിക്രൂട്ട് ചെയ്തു. അവർക്ക് ചെറിയ ഓഹരികൾ നൽകി. വലിയ പണം തങ്ങൾക്കായി സൂക്ഷിച്ചു. ഈ സംഘങ്ങൾക്ക് AK-47 പോലുള്ള ആയുധങ്ങളും റോക്കറ്റ് ലോഞ്ചറുകളും പോലും ഉണ്ടായിരുന്നു. കപ്പലുകൾ തട്ടിക്കൊണ്ടുപോകുന്ന രീതി ലളിതമായിരുന്നു. തോക്കുകൾ വീശിക്കൊണ്ടാണ് അവർ കപ്പലിനെ സമീപിച്ചിരുന്നത്. കപ്പൽ നിർത്തിയില്ലെങ്കിൽ അവർ ആകാശത്തേക്ക് വെടിവെക്കും. മിക്ക ചരക്ക് കപ്പലുകളിലും ആയുധങ്ങൾ ഇല്ലാതിരുന്നതിനാൽ കടൽ കൊള്ളക്കാർ എളുപ്പത്തിൽ നിയന്ത്രണം ഏറ്റെടുക്കുമായിരുന്നു. കടൽ കൊള്ളക്കാർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം കപ്പലിനടുത്തെത്തി ഒരു റോപ്പ് എറിയുകയും അതിൽ കയറുകയും ചെയ്യുകയായിരുന്നു. പലപ്പോഴും അവർ പരാജയപ്പെട്ടിരുന്നു. അത്തരം 100 ശ്രമങ്ങളിൽ ഏകദേശം 20 മുതൽ 30 വരെ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ. അവർ വിജയിച്ചപ്പോൾ അവർ കപ്പൽ സൊമാലിയയിലെ ഒരു സൗഹൃദ തുറമുഖത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. അവിടെ ബന്ദികളെ സംരക്ഷിക്കാനും വിവർത്തനത്തിന് സഹായിക്കാനും അവർ ആളുകളെ ക്രമീകരിച്ചു. അതിനുശേഷം അവർ മോചനദ്രവ്യം ആവശ്യപ്പെടും. ഈ പണം ലണ്ടനിലോ ദുബായിലോ ഉള്ള ബാങ്കുകൾ വഴിയാണ് വന്നത്. ഒരു പ്രത്യേക ഡെലിവറി പോലെ പാരച്യൂട്ടുകൾ ഉപയോഗിച്ച് വിമാനമാർഗം കടൽ കൊള്ളക്കാർക്ക് അയച്ചും നൽകിയിരുന്നു. പണം അവരുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അവർ കപ്പലിനെയും ജീവനക്കാരെയും പോകാൻ അനുവദിക്കും. തുടർന്ന് പണം ഉൾപ്പെട്ട എല്ലാവർക്കും പങ്കിടും. അതിൽ പകുതിയും ഹൈജാക്ക് നടത്തിയ കടൽ കൊള്ളക്കാരുടെ കയ്യിലായിരുന്നു. 1/3 ഓപ്പറേഷൻ ആരംഭിക്കാൻ പണം നൽകിയ ആളുകൾക്ക് പോകും. ബാക്കിയുള്ളത് ഗാർഡുകൾക്കും ബാക്കിയുള്ളവർക്കും നൽകും. കറൻസി വ്യാജമാണോ എന്ന് പരിശോധിച്ചവരും ഉണ്ടായിരുന്നു. അവർക്ക് പണം നൽകിയിരുന്നു. ചില സന്ദർഭങ്ങളിൽ കടൽ കൊള്ളക്കാർ പണത്തിന്റെ ഒരു ഭാഗം അവരുടെ ഗ്രാമത്തിലെ ദരിദ്രർക്കോ വികലാംഗർക്കോ നൽകിയിരുന്നു. ഇക്കാരണത്താൽ സൊമാലിയയിലെ പലരും അവരെ റോബിൻഹുഡിനെ പോലെയാണ് കരുതിയിരുന്നത്. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ സൂചിപ്പിച്ചത്, സൊമാലിയയിലെ ചിലർ കൊള്ളക്കാരെ വീരന്മാർ എന്ന് വിളിക്കുമായിരുന്നു. പിന്നീട് തിരിച്ചെത്തിയ പല ബന്ദികളും പറഞ്ഞത് കടൽ കൊള്ളക്കാർ തങ്ങളെ ഉപദ്രവിച്ചിട്ടില്ലെന്നും തങ്ങളോട് സാധാരണ രീതിയിൽ പെരുമാറിയെന്നും ആയിരുന്നു. കടൽ കൊള്ളക്കാർ പറഞ്ഞത് തങ്ങൾ കുറ്റവാളികളല്ലെന്നും സൊമാലിയയിൽ ശരിയായ സർക്കാർ ഇല്ലാത്തതിനാൽ ഒരുതരം നികുതി ഈടാക്കുകയാണെന്നാണ്. അവരുടെ ഭാഷയിൽ അവർ തങ്ങളെ ബെദാദിന്റെ ബെദ എന്ന് വിളിച്ചു, അതായത് കടലിന്റെ സംരക്ഷകർ അല്ലെങ്കിൽ തീര കാവൽക്കാർ. കാലക്രമേണ ഇത് ഒരു ശരിയായ സംവിധാനമായി മാറി. ദൗത്യങ്ങൾ ആസൂത്രണം ചെയ്യുകയും പണം നിക്ഷേപിക്കുകയും കരയിൽ പിന്തുണ നൽകുകയും ചർച്ചകൾ പോലും നടത്തുകയും ചെയ്ത ആളുകളുണ്ടായിരുന്നു. അതൊരു ബിസിനസ് പോലെയായി. അവർക്ക് ബോട്ടുകൾ, ഇന്ധനം, തോക്കുകൾ, ഭക്ഷണം എന്നിവ ആവശ്യമുള്ളതിനാൽ പാവപ്പെട്ട കടൽ കൊള്ളക്കാർ നിക്ഷേപകരിൽ നിന്ന് പണം കൈപ്പറ്റി. 2011 UN റിപ്പോർട്ട് അനുസരിച്ച് കടൽ കൊള്ളക്കാർക്ക് നിക്ഷേപകരിൽ നിന്ന് ഒരു ദൗത്യത്തിന് $30,000 ലഭിച്ചിരുന്നു. ഏതൻ ഉൾക്കടലിനടുത്തുള്ളവർക്ക് $10,000 ലഭിച്ചു. 2008 ആയപ്പോഴേക്കും കടൽക്കൊള്ള സൊമാലിയയുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സായി മാറി. പ്രതിവർഷം $50 മില്യൺ സമ്പാദിച്ചു. BBC കണക്കനുസരിച്ച് 2005 2012 ഇടയിൽ സൊമാലിയൻ കടൽ കൊള്ളക്കാർ $339 മുതൽ $413 മില്യൺ വരെ സമ്പാദിച്ചു. ഓരോ ഹൈജാക്കിലും കടൽ കൊള്ളക്കാർ $30,000 മുതൽ $75,000 വരെ സമ്പാദിച്ചു. കപ്പലിൽ പ്രവേശിച്ച ആദ്യത്തെ കടൽ കൊള്ളക്കാരന് $10,000 അധികമായി ലഭിച്ചിരുന്നു.
2011 ആയപ്പോഴേക്കും സൊമാലിയൻ കടൽക്കൊള്ള ഒരു ആഗോള പ്രശ്നമായി മാറി. ഇത് ലോകമെമ്പാടും ഏകദേശം $7 ബില്യൺ നഷ്ടമുണ്ടാക്കി. ചില ഹൈജാക്കിങ്ങുകൾ പ്രശസ്തമായി. 2008 തട്ടിക്കൊണ്ടുപോയ ഒരു വലിയ സൗദി എണ്ണക്കപ്പലായ സിരിയസ് സ്റ്റാർ പോലെ അതിനെ മോചിപ്പിക്കാൻ $3 മില്യൺ മോചനദ്രവ്യം നൽകി. 2013 സ്മിർനി എന്ന ഗ്രീക്ക് എണ്ണക്കപ്പൽ പിടിച്ചെടുത്തു. കടൽ കൊള്ളക്കാർക്ക് $9.5 മില്യൺ നൽകിയതിന് ശേഷം 10 മാസത്തിന് ശേഷം ഇത് വിട്ടയച്ചു. ചില കമ്പനികൾക്ക് അത്തരം സാഹചര്യങ്ങൾക്ക് പ്രത്യേക ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. കിഡ്നാപ്പ് ആൻഡ് റാൻഡം ഇൻഷുറൻസ്. ചിലപ്പോൾ ഇൻഷുറൻസ് കമ്പനികൾ പോലും മോചനദ്രവ്യം നൽകി. അപൂർവ സന്ദർഭങ്ങളിൽ സർക്കാരുകൾ ഇടപെട്ട് പണം നൽകിയിരുന്നു. ഇനി നമുക്ക് ക്യാപ്റ്റൻ ഫിലിപ്സിന്റെ പ്രശസ്തമായ കഥയിലേക്ക് തിരിച്ചു വരാം. കടൽ കൊള്ളക്കാർ അദ്ദേഹത്തെ ഒരു ചെറിയ ലൈഫ് ബോട്ടിൽ ബന്ദിയാക്കി. ലൈഫ് ബോട്ട് പ്രധാന കപ്പലിൽ നിന്ന് അകന്നു. ജീവനക്കാരെ പിന്നിലാക്കി. ജീവനക്കാർ പിന്തുടർന്നു. പക്ഷേ അവരുടെ കപ്പൽ മന്ദഗതിയിലായിരുന്നു. അവർ US ബ്രെയിൻ ബ്രിഡ്ജ് എന്ന അടുത്തുള്ള US നാവിക കപ്പലിലേക്ക് അടിയന്തര സിഗ്നലുകൾ അയച്ചു. അത് 500 കിലോമീറ്റർ അകലെയായിരുന്നു. USS ഹാലിബർട്ടൺ, USS ബോക്സർ എന്നീ 2 US നാവിക കപ്പലുകളും സഹായത്തിനായി എത്തി. പ്രധാന കപ്പലായ മേഴ്സ്ക അലബാമയുടെ ജീവനക്കാരെ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കെനിയയിലേക്ക് അയച്ചു. US നാവികസേന കടൽ കൊള്ളക്കാരോട് സംസാരിക്കാൻ തുടങ്ങി. കടൽ കൊള്ളക്കാർ $2 മില്യൺ ആവശ്യപ്പെട്ടു. അത് ലഭിച്ചില്ലെങ്കിൽ ക്യാപ്റ്റൻ ഫിലിപ്സിനെ കൊല്ലുമെന്ന് പറഞ്ഞു. ഒരു രാത്രി പുലർച്ചെ ഏകദേശം 2 മണിയോടെ കടൽ കൊള്ളക്കാർ ഉറങ്ങിക്കിടക്കുമ്പോൾ ക്യാപ്റ്റൻ ഫിലിപ്സ് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ട് വെള്ളത്തിലേക്ക് ചാടി. അയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കടൽ കൊള്ളക്കാർ അയാളെ വീണ്ടും പിടികൂടി അവരുടെ ബോട്ടിലേക്ക് കൊണ്ടുപോയി. 3 ദിവസം ഈ സാഹചര്യം തുടർന്നു. US നാവികസേന മോചനദ്രവ്യം നൽകാൻ സമ്മതിച്ചില്ല. പകരം കടൽ കൊള്ളക്കാരെ തടയാൻ അവർ മറ്റു വഴികൾ പരീക്ഷിച്ചു. നാവികസേനയുടെ സ്നൈപ്പർമാർ തയ്യാറായിരുന്നു. കടൽ കൊള്ളക്കാർക്ക് എവിടേക്കും നീങ്ങാൻ കഴിഞ്ഞില്ല. കടലിൽ തന്നെ തുടരേണ്ടി വന്നു. കടൽ കൊള്ളക്കാരുടെ തലവൻ മ്യൂസിക് പരിക്കേറ്റു. അദ്ദേഹത്തിന്റെ കൈക്ക് അണുബാധയുണ്ടായി. അതിനാൽ അദ്ദേഹം നാവികസേനയുടെ സഹായം തേടി. നേവി അദ്ദേഹത്തിന്റെ കൈ ചികിത്സിക്കാൻ കൊണ്ടുപോയി. ഈ സമയത്ത് ക്യാപ്റ്റൻ ഫിലിപ്സിനെ വിട്ടയക്കാൻ അവർ അദ്ദേഹത്തോട് പറഞ്ഞു. മ്യൂസി തിരികെ പോയി മറ്റ് കടൽ കൊള്ളക്കാരോട് ക്യാപ്റ്റനെ വിട്ടയക്കാൻ പറഞ്ഞു. പക്ഷേ അവർ വിസമ്മതിച്ചു. താമസിയാതെ ശക്തമായ കാറ്റ് അവരുടെ ബോട്ട് നാവിക കപ്പലിലേക്ക് അടുപ്പിച്ചു. തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ക്യാപ്റ്റൻ ഫിലിപ്പിനെ കൊല്ലുമെന്ന് കടൽ കൊള്ളക്കാർ മുന്നറിയിപ്പ് നൽകി. ശരിയായ സമയത്ത് നാവികസേനയുടെ സ്നൈപ്പർമാർ വെടിവെച്ച് 3 കടൽ കൊള്ളക്കാരെ കൊന്നു. മ്യൂസി മാത്രം അവശേഷിച്ചു. അങ്ങനെ ക്യാപ്റ്റൻ ഫിലിപ്സിനെ സുരക്ഷിതമായി രക്ഷപ്പെടുത്തി. വെറും 18 വയസ്സുള്ള മ്യൂസിയെ US കൊണ്ടുപോയി വിചാരണ ചെയ്തു. 2011 അദ്ദേഹത്തിന് 33 വർഷം തടവ് ശിക്ഷ വിധിച്ചു. ഇന്ന് അദ്ദേഹം ഇപ്പോഴും ജയിലിലാണ്. പക്ഷേ അവിടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി എല്ലാം ശരിയാണെങ്കിൽ 2038 അദ്ദേഹം മോചിതനാകും. സൊമാലിയൻ കടൽക്കൊള്ള തടയാൻ 2009 നിരവധി രാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് കടൽ സംരക്ഷണത്തിനായി യുദ്ധക്കപ്പലുകൾ അയച്ചു. US, യൂറോപ്യൻ യൂണിയൻ, നാറ്റോ, ചൈന, റഷ്യ, ഇന്ത്യ എന്നിവയെല്ലാം ഇതിൽ പങ്കെടുത്തു. 2011 200-ലധികം കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ നടന്നു. എന്നാൽ 2013 ആയപ്പോഴേക്കും അത് വെറും 15ആയി കുറഞ്ഞു. പ്രധാന കാരണം ചരക്ക് കപ്പലുകൾ സായുധ സുരക്ഷാ ഗാർഡുകളെ ഉപയോഗിക്കാൻ തുടങ്ങി. കപ്പലിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ ഗാർഡുകൾക്ക് കടൽ കൊള്ളക്കാരെ തടയാൻ കഴിയും. കപ്പലുകൾ അവരുടെ സുരക്ഷയും മെച്ചപ്പെടുത്തി തുടങ്ങി. അവർ വേഗത കൂട്ടി. മുള്ളുകമ്പികൾ, ജലപീരങ്കികൾ, ഉച്ചത്തിലുള്ള ശബ്ദമുള്ള യന്ത്രങ്ങൾ, ജീവനക്കാർക്കുള്ള സുരക്ഷിത മുറികൾ എന്നിവ ചേർത്തു. ഈ നടപടികൾ കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചു. കാലക്രമേണ ചില കടൽ കൊള്ളക്കാരുടെ സംഘങ്ങൾ ഈ പ്രവർത്തനം ഉപേക്ഷിച്ചു. സമ്പന്നരായ ചില കടൽ കൊള്ളക്കാർ മയക്കുമരുന്നിനും ആഡംബരത്തിനും പണം ഉപയോഗിക്കാൻ തുടങ്ങി. ഇത് സൊമാലിയൻ സമൂഹത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. 2017 മുതൽ 2023 വരെ വലിയ കടൽ കൊള്ളക്കാരുടെ ആക്രമണങ്ങളൊന്നും തന്നെ നടന്നില്ല. പല രാജ്യങ്ങളിൽ നിന്നുമുള്ള യുദ്ധക്കപ്പലുകൾ കടലിൽ കാവൽ നിന്നിരുന്നു. കടൽക്കൊള്ള ഏതാണ്ട് അവസാനിച്ചു. എന്നാൽ 2023 ഹമാസ് ഇസ്രയേൽ സംഘർഷം കാരണം US നാവികസേനയുടെ കപ്പലുകൾ മറ്റിടങ്ങളിലേക്ക് മാറ്റി. സൊമാലിയൻ കടൽ കൊള്ളക്കാർ ഈ അവസരം ഉപയോഗിച്ചു. ഡിസംബറിൽ അവർ MV റോയിൻ എന്ന ചരക്ക് കപ്പൽ തട്ടിക്കൊണ്ടുപോയി. 2024 മാർച്ചിൽ ഒരു നീണ്ട ഓപ്പറേഷനു ശേഷം ഇന്ത്യൻ നാവികസേന ബന്ദികളെ രക്ഷപ്പെടുത്തി. 35 കടൽ കൊള്ളക്കാർ കീഴടങ്ങി മുംബൈയിലേക്ക് കൊണ്ടുവന്നു. പിന്നീട് മാർച്ചിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള മറ്റൊരു കപ്പൽ തട്ടിക്കൊണ്ടുപോയി. $5 മില്യൺ മോചനദ്രവ്യം നൽകിയതിനു ശേഷമാണ് കടൽ കൊള്ളക്കാർ അത് വിട്ടയച്ചത്. 2024 നവംബറിൽ ഒരു ചൈനീസ് മത്സ്യബന്ധന ബോട്ട് തട്ടിക്കൊണ്ടുപോയി. അതിശയകരമെന്ന് പറയട്ടെ, കപ്പലിലെ കാവൽക്കാർ കടൽ കൊള്ളക്കാരെ സഹായിച്ചു.
അവർ $10 മില്യൺ ആവശ്യപ്പെട്ടു. പക്ഷേ $2 മില്യൺ കപ്പൽ വിട്ടുകൊടുക്കാൻ സമ്മതിക്കേണ്ടി വന്നു. കുറ്റകൃത്യങ്ങളെക്കുറിച്ചുള്ള ഒരു പ്രശ്നം മാത്രമല്ല ഇത്. ഒരു സൊമാലി വാർത്താ വെബ്സൈറ്റ് ഒരിക്കൽ അവിടുത്തെ ജനങ്ങളോട് എന്താണ് ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു. ഏകദേശം 70% പേർ പറഞ്ഞത് കടൽക്കൊള്ള എന്നത് തങ്ങളുടെ രാജ്യത്തെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗമാണെന്നാണ്. ചില കടൽക്കൊള്ളക്കാർ പറഞ്ഞത് സൊമാലിയൻ സമുദ്രത്തിലേക്ക് അനധികൃതമായി വന്ന കപ്പലുകളെ മാത്രമേ ആക്രമിച്ചിട്ടുള്ളൂ എന്നാണ്. അതായത് മത്സ്യം മോഷ്ടിക്കുകയും വിഷമാലിന്യങ്ങൾ തള്ളുകയും ചെയ്ത കപ്പലുകൾ മാത്രം. കടൽക്കൊള്ള തടയാൻ ലോകം ശ്രമിച്ചെങ്കിലും ഒരു മാലിന്യം വൃത്തിയാക്കുകയോ സൊമാലിയൻ ജനതയെ സഹായിക്കുകയോ ആരും ചെയ്തില്ല. കടൽ കൊള്ളയുടെ പ്രധാന കാരണം ദാരിദ്ര്യവും തൊഴിലില്ലായ്മയുമാണെന്ന് വിദഗ്ധർ പറയുന്നു. നിയമവിരുദ്ധ മത്സ്യബന്ധനം നടക്കുന്നിടത്തെല്ലാം കടൽ കൊള്ളയും വർദ്ധിച്ചിരുന്നു. നൈജീരിയയിലും സമാനമായ ഒരു പ്രശ്നം സംഭവിക്കുന്നു. ഗിനിയ ഉൾക്കടലിൽ കടൽ കൊള്ളക്കാർ എണ്ണക്കപ്പലുകൾ കൊള്ളയടിക്കുന്നു. മലിനീകരണം തന്നെയാണ് അവരുടെയും പ്രശ്നം. എന്നാൽ ഓർക്കേണ്ടത്, മറ്റു തെറ്റുകൾക്കെതിരെ പോരാടുന്നതിന് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നത് പരിഹാരമല്ല. ഇന്ന് മിക്ക കടൽ കൊള്ളക്കാരും ദരിദ്രരല്ല, അവർ സംഘ നേതാക്കളാണ്. പിടിക്കപ്പെട്ടവരിൽ ഒരാൾ പറഞ്ഞ വാക്കുകൾ നമുക്ക് ഒന്ന് നോക്കാം. അതോടുകൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. ഈ കള്ളക്കടൽക്കാരന്മാർ അപ്രതീക്ഷിതമായി ചോദിച്ച ചോദ്യം ഇങ്ങനെയായിരുന്നു: യു ആർ സ്റ്റീലിംഗ് അവർ ഫിഷ്, സോ വി സ്റ്റീൽ യു. അവർ കള്ളന്മാരായി പോയത് അവരുടെ തെറ്റ് മാത്രമായിരുന്നു. ഈ ചോദ്യം തന്നെ നമ്മുടെ മനസ്സിൽ തട്ടുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, അനീതിക്കെതിരെ പോരാടുന്നത് മാനുഷികമാണ്. പക്ഷേ ആ പോരാട്ടം മറ്റൊരു അനീതിയായി മാറിയാൽ അതിന് അർത്ഥമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ കാണാം.